ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്ന ആളുകളും നിലവിൽ ഇനി പുതിയതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട, നിർബന്ധമായിട്ടും ഷെയർ ചെയ്തിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അത്തരം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. പല ആളുകളും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശും വെച്ചിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും പാർട്ട് ടൈം ഇൻകം ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പല ബ്രോക്കർമാരും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. എനിക്ക് ട്രേഡിംഗ് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ഒക്കെ ഞങ്ങൾ പഠിപ്പിച്ചുതരാൻ നിന്നൊരു കോടീശ്വരനാക്കി അടങ്ങൂ എന്ന മോഹന വാഗ്ദാനം നൽകിക്കൊണ്ട് ഇവർ പല ആളുകളും നിങ്ങളുടെ അടുത്തുനിന്ന് കാശ് മേടിച്ച് നിങ്ങളെ ട്രേഡ് ചെയ്യാൻ സഹായിക്കുന്ന എന്ന വ്യാജേന ഇരിക്കുന്ന ആളുകളും ഉണ്ടാവാം. നല്ല ആളുകളുണ്ട്, ഞാൻ അവരെ പറ്റിയല്ല പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബ്രോക്കർ, നിങ്ങളിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രോക്കർ റെഗുലേറ്റഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരൊരു പക്ഷേ ദുബായ് ബേസ്ഡ് ആണ്, GCC ബേസ്ഡ് ആണെന്നൊക്കെ പറയുമെങ്കിലും ഒരു ഗവൺമെന്റ് ബോഡിയുടെ അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് ബോഡിയുടെ റെഗുലേഷൻ അവർക്കില്ല എങ്കിൽ ഉണ്ടാവുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടുന്ന ഫണ്ടിന് യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ വെബ്സൈറ്റിൽ അതിൻ്റെ ടൂൾസ് എന്നുള്ള സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നുണ്ടാവും. അതിൽ നിങ്ങളുടെ ബ്രോക്കറുടെ പേര് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവർ റെഗുലേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയില്ലാന്നുള്ള എനിക്കറിയാം, അത് ഞാൻ കരുതി കൂട്ടി ഇടാതിരിക്കുന്നതാണ്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടുതരാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓടിപ്പോയി അവിടെ നോക്കും, ഈ വീഡിയോ മുഴുവനായിട്ട് എന്താണ് പറയുന്നത് മുഴുവൻ കേൾക്കാൻ നിൽക്കില്ല. കാരണം ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബ്രോക്കർ ഒരു റെഗുലേറ്റഡ് അല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന എന്താ, ഓടിപ്പോയി അവരുടെ അടുത്ത് നിങ്ങൾ റെഗുലേറ്റഡ് ആണോ റെഗുലേറ്റഡ് അല്ലല്ലോ എന്ന രീതിയിൽ ഇഷ്യൂ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഫണ്ട് ടോട്ടലി പോയി കിട്ടും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ലിങ്ക് ഞാൻ പെട്ടെന്ന് തരാത്തത്. നിങ്ങൾ ചെയ്യേണ്ടത് ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇതിനകത്ത് പോയിട്ട് നിങ്ങൾ അതിലെ ടൂൾ സെക്ഷനിൽ പോവുക. ടൂൾ സെക്ഷനിൽ പോയിട്ട് ഒരു ബ്രോക്കർ വെരിഫിക്കേഷൻ എന്നുള്ള അതിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നുണ്ടാവും. അതിൽ നിങ്ങളുടെ ബ്രോക്കറുടെ നെയിം എൻ്റർ ചെയ്യുക, എന്നിട്ട് അത് റെഗുലേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിൽ വെറുതെ ചെക്ക് ചെയ്താൽ മാത്രം പോരാ, ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ അത് ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ബോഡികളുടെ, ഇപ്പൊ UAE യിലാണെങ്കിൽ SCA, DFSA പോലുള്ള അവരുടെ ഒക്കെ ലിങ്കുകൾ ഞാൻ ആ സെയിം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ടൊന്ന് ക്രോസ് വെരിഫിക്കേഷൻ കൂടി ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ബ്രോക്കർ റെഗുലേറ്റഡ് അല്ല എങ്കിൽ ചെയ്യേണ്ട പരിപാടി ഓടിപ്പോയിട്ട് അവരോട് നിങ്ങൾ റെഗുലേറ്റഡ് അല്ലല്ലോ, എന്റെ കാശും എടുത്താ എന്ന് പറയാൻ നിൽക്കരുത്. അത് കിട്ടാൻ പോകുന്നില്ല. പ്രധാനപ്പെട്ട ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം അതിന്റെ സ്ക്രീൻഷോട്ടുകൾ, നിങ്ങളുടെ ക്യാഷ് ഉള്ളത്, നിങ്ങൾ ട്രേഡ് എടുത്തത് തൊട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസുമുള്ള സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും കുറച്ച് പ്രൂഫ്സ് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ക്യാഷ് മെല്ലെ വിഡ്രോവൽ എടുത്തിട്ട് ക്ലിയർ ചെയ്യാൻ നോക്കുക. അതല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അവരോട് പോയിട്ട് നിങ്ങൾ റെഗുലേറ്റഡ് അല്ലല്ലോ അതുകൊണ്ട് എന്റെ കാശും എടുത്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ അക്കൗണ്ടിന്റെ യൂസർ നെയിമും പാസ്വേഡും തൊട്ട് എല്ലാ കാര്യങ്ങളുടെയും കൺട്രോൾ അവരുടെ കയ്യിലാണ്. അത് വാനിഷ് ചെയ്ത് പോകുന്നുണ്ടോ പിന്നെ നിങ്ങൾക്ക് യാതൊരു പ്രൂഫും ഉണ്ടാവില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും സെയിം വെബ്സൈറ്റിലുണ്ട്.